ജോസഫ്സ് TTI മാനന്തവാടി 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, മാനന്തവാടിയുടെ വിദ്യാഭ്യാസ നഭസിൽ 7 ദശകങ്ങളായി അനേകം തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ സരസ്വതി ക്ഷേത്രമാണ് സെന്റ് ജോസഫ്സ് TTI മാനന്തവാടി. മാനന്തവാടിയുടെ ഹൃദയത്തുടിപ്പായി മാനവമൈത്രിയും മനുഷ്യനന്മയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ ഈ വിദ്യാലയം ഇന്ന് സപ്തതിയുടെ നിറവിലാണ്. കടന്നുവന്ന വഴികളിലത്രയും വെളിച്ചമായും പാഥേയമായും മുൻപേ നടന്ന മുഴുവൻ മഹത് വ്യക്തിത്വങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രദേശത്തിൻ്റെ നവോത്ഥാന നായകനും ക്രാന്തദർശിയും പുണ്യചരിതനുമായ റവറൻഡ് ഫാദർ ജോർജ് കഴിക്കച്ചാലിലച്ചൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ TTI കുടുംബം പ്രണാമമർപ്പിക്കുന്നു. പാലായനത്തിൻ്റെയും പരദേശവാസത്തിൻ്റെയും കനൽ വഴികളിൽ ദൈവഹിതം തേടിയ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് ചുരിഞ്ഞ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ചരിത്ര വഴികളിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1956 ആദരണീയനായ ജോർജ് കഴിക്കച്ചാലിലച്ചൻ ഈ പ്രദേശത്തിന് സമർപ്പിച്ച കെടാവിളക്കാണ് ഈ വിദ്യാലയം. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ അഭിവന്യ മാർ ജോസ് പൊരുന്നേടം രക്ഷാധികാരിയായും അഭിവന്യ മാർ അലക്സ് താരാമംഗലം സഹരക്ഷാധികാരിയായും കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ മാനേജരായി റവറൻഡ് ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴയും സ്കൂൾ മാനേജറായി റവറൻഡ് ഫാദർ സോണി വാഴക്കാട്ടും സേവനം ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ പ്രിൻസിപ്പലായി KJ ബെന്നി സാറും ഈ വിദ്യാലയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെ 911 കുട്ടികൾ അധ്യയനം നടത്തുന്നു. DLED വിഭാഗത്തിൽ 48 വിദ്യാർത്ഥികളും അധ്യാപക പരിശീലനം നേടുന്നു. മനുഷ്യസ്നേഹവും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന 47 അധ്യാപകരും 2 അനധ്യാപകരും ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നു. വർഷാരംഭവും പൊതുപരിപാടികളും 2025-26 അക്കാദമിക വർഷത്തിൽ TTIയുടെ സാരഥ്യം ശ്രീ KJ ബെന്നി സാറിൻ്റെ കരങ്ങളിൽ നിക്ഷിപ്തമായി. അക്ഷരവെളിച്ചം നേടാൻ TTIയുടെ അക്ഷരമുറ്റത്ത് കടന്നുവന്ന കുരുന്നുകളെ പ്രിൻസിപ്പൽ, അധ്യാപകർ, PTA പ്രതിനിധികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ സോണി വാഴക്കാട്ട് പുതിയ അക്കാദമിക വർഷം ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബെന്നി സാർ, PTA പ്രസിഡന്റ് ശ്രീ ബിജു പുത്തൻകണ്ടത്തിൽ എന്നിവർ നവാഗതർക്ക് ആശംസകൾ നേർന്നു. ഈ അക്കാദമിക വർഷത്തിൽ ശ്രീ ജോസ് ജോസഫ്, ശ്രീമതി പ്രസി മാത്യു, സിസ്റ്റർ ജിൻസി MJ, ശ്രീമതി ഗീതു, ശ്രീ ജോസ് CF, ശ്രീമതി ജിഷ NV, ശ്രീമതി സ്മിതമോൾ KC, ശ്രീമതി പ്രജി തോമസ്, ശ്രീ ഷിൽസൺ മാത്യു എന്നിവർ ട്രാൻസ്ഫറായും പ്രൊമോഷനായും പോയ ഒഴിവിലേക്ക് സിസ്റ്റർ റെജി PG, ശ്രീമതി ഷെറിൻ ഷാജു, ശ്രീമതി ആൻസി KJ, ശ്രീമതി മിഥുന ജോസ്, ശ്രീമതി ധന്യമോൾ KJ, ശ്രീമതി നീന CM, സിസ്റ്റർ JC ആന്റണി, ശ്രീ അഭിജിത്ത് P കുരുവിള, ശ്രീ ബിജു PJ എന്നിവരും മെന്റർ ടീച്ചറായി ശ്രീ രഗിൽ വിയും ചുമതലയേറ്റു. സ്കൂൾ PTA പുതിയ അക്കാദമിക വർഷത്തിൽ PTA പ്രസിഡന്റായി ശ്രീ ബിജു പുത്തൻകണ്ടത്തിൽ, വൈസ് പ്രസിഡന്റായി ശ്രീ റോയി KJ, MPTA പ്രസിഡന്റായി ശ്രീമതി മഞ്ജുഷ M എന്നിവർ ചുമതലയേറ്റു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ സോണി വാഴക്കാട്ട് ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KJ ബെന്നി പുതിയ വർഷത്തെ പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചു. PTA സെക്രട്ടറി ശ്രീമതി ജൽത്രൂദ് KJ വാർഷിക കണക്ക് അവതരിപ്പിക്കുകയും സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ബിബിൻ വർഗീസ് വാർഷിക ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. ദിനാചരണങ്ങൾ, അനുസ്മരണങ്ങൾ. ജൂൺ 5 പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ ബെന്നി സാർ വൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു. ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, പോസ്റ്റർ രചന എന്നിവ പരിസ്ഥിതി ദിനത്തിന്റെ സവിശേഷതകളായി. ശ്രീമതി ആൽഫി തോമസ്, സ്കൂൾ ലീഡർ ഡിയോൺ ജോസഫ് ഷെമ്മി തുടങ്ങിയവർ സംസാരിച്ചു. വായനാ പക്ഷാചരണം. ജൂൺ 19 വായനാ ദിനത്തിൽ അധ്യാപകർക്കും കുട്ടികൾക്കും ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ക്ലാസ് റൂമുകളിൽ വായനാമൂല സജ്ജീകരിച്ചു. കഥാകഥനം, പദ്യ ഗദ്യ പാരായണം എന്നീ പരിപാടികളാൽ വായനാ പക്ഷാചരണം വേറിട്ട അനുഭവമായി. കല്ലൂടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീമതി ആലീസ് ജോസ് വായനാദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻഡ് ഫാദർ ജെറിൻ പൊയ്കയിൽ അധ്യക്ഷനായ ചടങ്ങിന് പ്രിൻസിപ്പൽ ബെന്നി സാർ സ്വാഗതം ആശംസിച്ചു. ഹിരോഷിമ നാഗസാക്കി ദിനം. ലോകസമാധാന സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട്
സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ ആചരിച്ചു. പ്രത്യേകം നടത്തിയ അസംബ്ലിയിൽ യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ചും അനന്തരഫലങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി യുദ്ധവിരുദ്ധ പ്രതിജ്ഞ, ക്വിസ്, സുഡാക്കോ കൊക്ക് നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ അതുൽ മോഹൻ വിശിഷ്ട അതിഥിയായ ചടങ്ങിൽ പ്രിൻസിപ്പൽ KJ ബെന്നി സാർ സ്വാഗതം ആശംസിച്ചു. പതാക നിർമ്മാണം, പ്രസംഗം, മുദ്രാവാക്യരചന, അടിക്കുറിപ്പ് മത്സരം എന്നീ മത്സരങ്ങൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. ഓണാഘോഷം. സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായ ഓണാഘോഷം PTA ഭാരവാഹികളുടെ പങ്കാളിത്തത്തോടെ വർണ്ണാഭമാക്കി. വടംവലി മത്സരം, ഓണസദ്യ, ഓണക്കളികൾ എന്നിവ ഓണാഘോഷത്തിന് മാറ്റേകി. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സോണി വാഴക്കാട്ട്, പ്രിൻസിപ്പൽ ബെന്നി സാർ, PTA പ്രസിഡന്റ് ശ്രീ ബിജു പുത്തൻകണ്ടത്തിൽ എന്നിവർ ഓണാശംസകൾ നേർന്നു. സ്കൂൾ കലാമേള യാഷ് 2K25 നിറപ്പകിട്ടാർന്ന പരിപാടികളാൽ ആകർഷകമായി. സ്കൂൾ മാനേജർ ഫാദർ സോണി വാഴക്കാട്ട് കലാമേള ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ബിജു പുത്തൻകണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ കലാമേളയിൽ UP വിഭാഗം ഓവറോൾ, LP സെക്കൻഡ് റണ്ണറപ്പ്, സംസ്കൃതോത്സവം സെക്കൻഡ് റണ്ണറപ്പ് എന്നിവ നേടി. വയനാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ UP ജനറൽ റണ്ണറപ്പ്, സംസ്കൃതം സെക്കൻഡ് റണ്ണറപ്പ് നേടി TTI മികച്ച വിജയം കൈവരിച്ചു. മത്സരിച്ച എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് നേടി കുമാരി അന്ന എലേന ബിജു മേളയുടെ താരമായി. ശ്രീമതി ആൽഫി തോമസ്, ശ്രീമതി ഷിജി വർഗീസ് എന്നിവർ കലാമേള കൺവീനർമാരായിരുന്നു. സാമൂഹ്യ സേവന രംഗത്ത് നല്ല പാഠം പ്രവർത്തനങ്ങൾ സ്കൂളിൽ സജീവമാണ്. നല്ല പാഠം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പുസ്തകങ്ങൾ സമാഹരിച്ച് അക്ഷരപ്പച്ച ഗ്രീൻ കോർണറിന് തുടക്കം കുറിച്ചു. കൺവീനർമാരായി നിതിൻ വർഗീസ്, അഞ്ജു റോസ് ജോൺ, ആൻസി KJ എന്നിവർ പ്രവർത്തിക്കുന്നു. സ്കൂൾ കായികമേള. വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തിൽ. TTIയുടെ സ്കൂൾ കായികമേള റൺ 2K25 വേറിട്ട അനുഭവമായി. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ KJ ബെന്നി കായികമേള ഉദ്ഘാടനം ചെയ്തു. കായിക അധ്യാപിക ശ്രീമതി ജീത്തു സ്റ്റീഫൻ കായികമേളയ്ക്ക് നേതൃത്വം നൽകി. ശിശുദിനം. പുഞ്ചിരിക്കുന്ന കുരുന്നുകളിലാണ് ഒരു രാജ്യത്തിന്റെ ഭാവി കുടികൊള്ളുന്നത് എന്ന് വിശ്വസിച്ച ചാച്ചാജിയുടെ ജന്മദിനമായ ശിശുദിനത്തിൽ പ്രത്യേക അസംബ്ലി ചേർന്നു. വിദ്യാർത്ഥികൾക്കായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വർണ്ണോത്സവം പരിപാടിയിൽ LP വിഭാഗം കവിതാരചനയിൽ ആൻവിയ V 1ാം സ്ഥാനവും ഉപന്യാസരചനയിൽ അംന ഫാത്തിമ P 2ാം സ്ഥാനവും UP വിഭാഗത്തിൽ ശിവതീർത്ഥ TR കവിതാരചനയിൽ 2ാം സ്ഥാനവും നേടി. ക്രിസ്തുമസ് ആഘോഷം. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്ക് കേക്കും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. സ്കൂൾ മുറ്റത്ത് പുൽക്കൂട് ഒരുക്കി. കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി സംഘടിപ്പിച്ച ബെത്ലഹേം ബീറ്റ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാലയത്തിൽ പ്രത്യേക അസംബ്ലി ചേരുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരിവിരുദ്ധ റാലി, ഫ്ലാഷ് മോബ്, ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല, ലഹരിക്കെതിരെ ഷൂട്ടൌട്ട് മത്സരം, കൊളാഷ് നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് സജിമോൻ സാർ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കബ്ബ് ബുൾബുൾ. സ്കൂളിന്റെ പൊതുവായ അച്ചടക്കം, ശുചിത്വ പരിപാലനം, സ്വഭാവ രൂപീകരണം മുതലായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ് ബുൾബുൾ യൂണിറ്റ് സജീവമാണ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ 9 കുട്ടികൾക്ക് ദ്വിതീയ സോപാൻ ലഭിച്ചു. ശ്രീ ഷാജി AT, ശ്രീ ജോഫിൻ PD, ശ്രീ അഭിജിത്ത് P കുരുവിള എന്നിവർ സ്കൗട്ടിന് നേതൃത്വം നൽകുന്നു. ശ്രീമതി ടിൽന ജോൺ, ശ്രീമതി ജോസ്ലി ജോസ്, ശ്രീമതി അഖില ജൂഡി എന്നിവർ ഗൈഡിനെയും നയിക്കുന്നു. ശ്രീമതി ജാസ്മിൻ ബേബി, ശ്രീമതി ജൂബി CG എന്നിവർ ബുൾബുൾ അംഗങ്ങളെയും, ശ്രീമതി ടീന K മൈക്കിൾ, ശ്രീമതി ഷിജി വർഗീസ് എന്നിവർ കബ് അംഗങ്ങളെയും പരിശീലിപ്പിക്കുന്നു. ഗോത്രഫെസ്റ്റ്. നങ്കതാളം എന്ന പേരിൽ സ്കൂളിലെ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ തല ഗോത്രഫെസ്റ്റ് നടത്തി. മുനിസിപ്പൽ തല ഗോത്രഫെസ്റ്റിൽ കുട്ടികൾ സജീവ പങ്കാളികളായിരുന്നു. ഗോത്രവർഗ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുത്തു. DLED മികവുകൾ. 2024-26 ബാച്ചിന്റെ 3ാം സെമസ്റ്റർ ഇന്റേൺഷിപ്പ് ജൂലൈ 14 മുതൽ നവംബർ 7 വരെ വിവിധ വിദ്യാലയങ്ങളിലായി പൂർത്തിയാക്കി. ഡയറ്റ് പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ സാറിന്റെ നേതൃത്വത്തിൽ
നമ്മളിടം എന്ന പേരിൽ ദശദിന സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് പൂർത്തിയാക്കി. ഈ വർഷത്തെ ജില്ലാ ITE മേളയിൽ സെന്റ് ജോസഫ്സ് TTI 1ാം സ്ഥാനം കരസ്ഥമാക്കി. കൂടാതെ സംസ്ഥാന മത്സരത്തിൽ സംഘഗാനത്തിന് 2ാം സ്ഥാനവും ഉപന്യാസത്തിന് ഫാത്തിമ ജാനിഷ നേടിയ 2ാം സ്ഥാനവും വയനാട് ജില്ലയ്ക്ക് അഭിമാനമായി. 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായ നീനു ചാക്കോ വുമൻ ബോഡി ബിൽഡിംഗ് മിസ് വയനാട് ബോഡി ബിൽഡിംഗ് സൗത്ത് ഇന്ത്യ 2025 ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 സെപ്റ്റംബർ 24-ന് 2025-27 ബാച്ച് റവറൻ ഫാദർ സോണി വാഴക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക പ്രവർത്തനങ്ങൾ. വിദ്യാർത്ഥികളിൽ വിമർശനാത്മക ചിന്തയും സൃഷ്ടിപരമായ കഴിവും വളർത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ നൂതന പദ്ധതിയായ എല്ലാവരും എഴുതുന്നു എല്ലാവരും വായിക്കുന്നു പ്രവർത്തനങ്ങളും ചിട്ടയായി നടത്തിവരുന്നു. കൂടാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി ആവിഷ്കരിച്ചിരിക്കുന്ന ശ്രദ്ധാ പദ്ധതി, ഗണിതത്തിൽ താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനായി മഞ്ചാടി പദ്ധതി, ഇതളുകൾ, FLS പരീക്ഷ പരിശീലനം എന്നിവ നടത്തിവരുന്നു. പ്രീ പ്രൈമറി വിഭാഗം. TTIയുടെ മുറ്റത്തെ പൂമ്പാറ്റകളാണ് പ്രീ പ്രൈമറിയിലെ കുരുന്നുകൾ. കൊച്ചുകൂട്ടുകാരുടെ മാനസികവും ഭൗതികവുമായ വികാസത്തിന് കലാകായിക പരിശീലനങ്ങൾ, പഠനയാത്രകൾ, കളിയിടങ്ങൾ മുതലായവ സജ്ജീകരിച്ചിരിക്കുന്നു. 65 കുരുന്നുകൾക്ക് കരുതലും കാവലുമായി 3 അധ്യാപകരും കൂടെയുണ്ട്. ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുരുന്നുകൾ മികവ് പുലർത്തുന്നു. LSS USS. ചിട്ടയായ പരിശീലനത്തിലൂടെ 15 വിദ്യാർത്ഥികൾക്ക് LSSഉം 18 വിദ്യാർത്ഥികൾക്ക് USSഉം ലഭിച്ചു. ആഗ്ന ജോസഫ്, ഫിസ ഹന എന്നീ കുട്ടികൾ ഗിഫ്റ്റഡ് പദവിക്ക് അർഹരായി. കൂടുതൽ മികവിനായി പ്രത്യേക പരിശീലന പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തിവരുന്നു. TTIയുടെ മിന്നും താരങ്ങൾ. SM സർവർ ഉറുദു ക്വിസിൽ ജില്ലാതലത്തിൽ സിയ ഫാരിൻ 1ാം സ്ഥാനവും സംസ്ഥാനതലത്തിൽ A ഗ്രേഡും നേടി. ഉപജില്ലാ ചെസ് കോമ്പറ്റീഷനിൽ ആത്മജ MM 1ാം സ്ഥാനം നേടുകയും സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മാനന്തവാടി ഉപജില്ലാ ഗണിതശാസ്ത്ര ക്വിസിൽ ശിവാനന്ദ് MS 1ാം സ്ഥാനം നേടി. ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരത്തിൽ സ്റ്റേറ്റ് ഫുട്ബോൾ ടീമിലേക്ക് ആൽവിനോ ജോസഫിന് സെലക്ഷൻ ലഭിച്ചു. ജില്ലാതല ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ശ്രേയ MS 2ാം സ്ഥാനം നേടി. കുട്ടികൾക്കായി നടത്തിയ EEP പ്രൊജക്റ്റിലെ ബട്ടർഫ്ലൈ ഗാർഡനിന് സ്റ്റേറ്റിലേക്ക് സെലക്ഷനും ഒപ്പം 10,000 രൂപ ക്യാഷ് പ്രൈസും ലഭിച്ചു. ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവത്തിൽ കവിതാരചനയിൽ ലക്ഷ്മി നന്ദ ജില്ലയിലേക്ക് യോഗ്യത നേടി. ഈ വർഷത്തെ ഇൻസ്പയർ അവാർഡ് 10,000 രൂപ ക്യാഷ് പ്രൈസ് മെർലിൻ രാജേഷിന് ലഭിച്ചതും അഭിമാന നേട്ടമായി. ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമരത്ത് വെച്ച് നടന്ന ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ശാസ്ത്ര വിഭാഗത്തിൽ വിദ്യാലയം റണ്ണറപ്പായി. അധ്യാപക മികവുകൾ. ഉപജില്ലാ ശാസ്ത്രമേളയിൽ റിസർച്ച് ടൈപ്പ് പ്രൊജക്റ്റിൽ ശ്രീ നിതിൻ വർഗീസ് 1ാം സ്ഥാനം നേടുകയും സംസ്ഥാനതലത്തിൽ A ഗ്രേഡ് നേടുകയും ചെയ്തു. കേരള മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ റിലേ മത്സരത്തിൽ ജീത്തു സ്റ്റീഫൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ശ്രീമതി ജാസ്മിൻ ബേബി, ശ്രീമതി ഷിസി സേവ്യർ എന്നിവർ അധ്യാപക പരിശീലന സമിതിയിലെ അംഗങ്ങളാണ്. നന്ദിയോടെ സുദീർഘമായ അധ്യാപക ജീവിതത്തിൽ നിന്ന് ശ്രീ ഷാജി AT സാർ വിരമിക്കുകയാണ്. പ്രിയപ്പെട്ട ഷാജി സാറിന് TTI കുടുംബത്തിൻ്റെ സ്നേഹവും നന്ദിയും. ഈ പ്രവർത്തന വർഷം TTIയുടെ കുരുന്നുകൾക്ക് സ്നേഹസമ്മാനം നൽകിയ മാനന്തവാടി നഗരസഭയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നേട്ടങ്ങളുടെ ചരിത്രരേഖയിൽ പുത്തനേടുകൾ ചേർത്തുവെക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തന്ന മാനേജ്മെന്റിനും വിദ്യാഭ്യാസ വകുപ്പിലെ മേലധികാരികൾക്കും കരുതലിന്റെ കരം നീട്ടുന്ന ജനപ്രതിനിധികൾക്കും PTA ഭാരവാഹികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാലയത്തിന്റെ അഭ്യുദകാംക്ഷികളായ മുഴുവൻ സുമനസ്സുകൾക്കും സർവോപരി ജഗദീശ്വരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.